ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീലബൃങ്ങാതിയെക്കുറിച്ച് ചോദിച്ചല്ലോ. എപ്പോഴാ തേക്കുന്നതെന്ന് അല്ലേ, ഹെയർ ഫോളിന് ശേഷം. അപ്പോൾ ഈ ഹെയർ അങ്ങനെ നോക്കണ്ട കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ടിപ്സും ഇതെല്ലാം മാറി മാറി തേക്കുന്ന സമയത്ത് നമുക്ക് നീലബൃങ്ങാതി തേക്കാവുന്നതാണ് കേട്ടോ. നീലബൃങ്ങാതി ആഴ്ചയിൽ 3-4 തവണ തേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹെയർ ഫോളിൻ്റെ പ്രശ്നം കണക്കാക്കിയേ വേണ്ട കേട്ടോ. അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഹെയർ ഫോള് എന്നുള്ള ഒരു ചിന്ത വേണ്ട നമുക്ക് കേട്ടോ. ഹെയർ പൊക്കോട്ടെ, പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന നീലബൃങ്ങാതി ആണെങ്കിൽ ഏത് എണ്ണയാണെങ്കിലും നമുക്ക് തേച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് സമയം കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഹെയർ ഫോൾ എന്നുള്ള ആ ഇത് തന്നെ മാറ്റിക്കോളൂ. ഹെയർ ഫോളിനെ കുറിച്ച് യാതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ അതങ്ങനെ ഒരു വശത്ത് കൂടി പൊക്കോട്ടെ, പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ പാക്കും ടിപ്സും ഓയിലും ജെല്ലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇല്ല, നമുക്ക് തോന്നുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഓയിൽ ഉണ്ടാവുമല്ലോ മുടിക്ക് അല്ലേ. അപ്പം അത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അറിയാലോ മുടിക്ക് വേണ്ട എണ്ണ വേണ്ട സമയമൊക്കെ. ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് സമയം ഒന്നുമില്ല കേട്ടോ. റെഡ് കറ്റാർവാഴ തേച്ചതാണ് കേട്ടോ മുടിയിൽ ഇന്നലെ. നിങ്ങൾ കണ്ടല്ലോ, നല്ല ജെല്ലാണ് അതിനകത്ത്. ഒരുപാട് ജെല്ലാണ്. നമ്മൾ സാധാരണയായിട്ടുള്ള കറ്റാർവാഴ നോക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടി ഇരട്ടി ജെല്ലുകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ അത് തേക്കുമ്പോഴത്തേക്കും നല്ല സുഖം കിട്ടും കണ്ടോ. നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ മുടിയൊക്കെ. അപ്പോൾ നമുക്ക് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. നീർപ്പിടുത്തമില്ലാത്തവർക്ക് ഓവർനൈറ്റ് വയ്ക്കാം. അല്ലാത്തവർ കുളിക്കാൻ നേരത്ത് ഒരു അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഈ റെഡ് കറ്റാർവാഴ ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ മുടി ശ്രദ്ധിക്കാതെ സ്പ്ലിറ്റ് എൻഡായിട്ടും ഇവിടെ നിന്ന് പൊട്ടി പൊട്ടി പോകുന്നതും. നല്ല തിക്നെസ്സാണ് മുടിക്ക്, നല്ല തിക്കുള്ള നല്ല ഇങ്ങനെ കട്ടി കട്ടിയായിട്ടിട്ടുള്ള മുടിയാണ്. പക്ഷെ ആ കുട്ടികൾക്കും ആ മുടി വേണ്ടാന്ന്. കാരണം നോക്കാൻ പറ്റുന്നില്ല. നോക്കാത്ത കാരണം ഒന്നും കൂടി മോശമായി. അപ്പോൾ ഇങ്ങനെ മുടി പൊട്ടി 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 പോയിട്ട് അതുപോലെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വിടുത്താൻ പറ്റുന്നില്ല, മുടി കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് പിന്നെ കെരാറ്റിൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റും ബോട്ടക്സ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ തിക്നെസ് കുറയുന്നത് പോലെ തോന്നും. നല്ല തിക്നെസ്സായിട്ട് ഇരിക്കുന്നുണ്ടാവും മുടി. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുടി കാണാൻ ഭംഗിയാണ് ആ സമയത്ത്, പക്ഷെ ആ തിക്നെസ് ഇല്ലാണ്ടാവും. പിന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട് ആഫ്റ്റർ കെയർ വേണം. ഈ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി ആഫ്റ്റർ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടീഷണറും ഷാമ്പൂ ഒക്കെ ഇട്ട് നമ്മൾ മുടി കഴുകണം. അത് അവർ പറയുന്ന എന്താ കോസ്റ്റ്ലി സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാതെ ഇരുന്നാൽ വീണ്ടും പഴയ ടെക്സ്ചറിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുടി കെയർ ചെയ്യാതെ വിടുത്താതെ വേണ്ട ടിപ്സും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് മുടിക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചെടി നടുന്ന കാര്യം പറഞ്ഞല്ലോ, ഒരു ചെടി നട്ടാൽ അതിന് വെള്ളം ഒഴിക്കാതെ വളമിടാതെയൊക്കെ വന്നാൽ ചെടി എന്ത് ചെയ്യും, മുരടിക്കും. അതേ അവസ്ഥയാണ് തലമുടിക്കും. നമ്മളിങ്ങനെ ടിപ്സും പാക്ക് ജെല്ല് ഓയിലൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ എന്താണ് നമുക്കത് മുടി നല്ല ഭംഗിയായിട്ടിരിക്കും. സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഫോളിക്കിൾ സ്ട്രെങ്തൻ ആയിട്ടിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വരുന്ന മുടിക്കും നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കും കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഭംഗിയായിരിക്കും മുടി കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാതെ നോക്കാതെ ഒരുപാട് കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ പറയുന്ന തന്നെ നമുക്ക് കേൾക്കാം. അവർ പറയുന്നത് ഞാൻ മുടി ശ്രദ്ധിക്കാതെ ആയി പോയതാണ്, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല, ഞാൻ വെടുത്തിരുന്നില്ല, ഒന്നും ചെയ്തിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ നല്ല തിക്കായിട്ടുള്ള മുടി കാണണം. എത്ര നമുക്ക് സങ്കടമാവുമെന്നറിയോ. കാരണം ഒന്നും നോക്കാതെ മുടി നശിച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും മുടി ഉണ്ടാവാൻ വേണ്ടി സങ്കടം അല്ലേ. മുടി ഇല്ല എന്നുള്ളതിൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുന്ന കുട്ടികൾ. ചിലവർ അങ്ങനെയല്ല, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മുടി വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം പകുതി മുടി ഇങ്ങനെ ഇവിടം വെച്ചിട്ടൊക്കെ പൊട്ടി പൊട്ടിപ്പോയി. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായോ. പിന്നെ കുറെ മുടി വെട്ടിക്കളയുക, അതൊക്കെയായിരിക്കും ചെയ്യുന്നത്. അപ്പം അതൊന്നും വരുത്താതെ
നമ്മുടെ ഈ ഓയിൽ മുടിക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഓയിലുണ്ട്. അത് കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മളുടെ അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഹൈബിസ്കസ് ഉള്ള ഇടയ്ക്കിടയ്ക്ക് ഹൈബിസ്കസിൻ്റെ ജെൽ അപ്ലൈ ചെയ്യുക, ഫ്ലാക്സീഡ് ജെൽ അപ്ലൈ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുടി നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാൻ പറ്റും കേട്ടോ. വിടുത്താതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മുടി ഊരിപ്പോക്ക് കൂടും. കൂടാതെ ഇതുപോലെ പൊട്ടി പൊട്ടിപ്പോവും കേട്ടോ. അറ്റമൊക്കെ സ്പ്ലിറ്റ് എന്ന് പറയും, അതങ്ങനെ വരും. അപ്പോൾ കായ വരും മുടിക്ക്. പിന്നെ നമ്മളുടെ കൺട്രോൾ ആവാത്ത രീതിയിൽ പോകും മുടി കേട്ടോ. അപ്പോൾ അതൊന്നും ഇടവരുത്താതെ നമ്മൾ നമ്മുടെ മുടി ഭംഗിയായി സൂക്ഷിക്കുക കേട്ടോ. അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ആയുർവേദ ചെടികളായിട്ടും ആയുർവേദ പൊടികളായിട്ടും ഇതുപോലെയുള്ള പൂക്കളൊക്കെ ഉണ്ടല്ലോ, ആയുർവേദ പൂക്കൾ അല്ലേ, അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുടി സംരക്ഷിക്കാം കേട്ടോ. ആദ്യം നമുക്ക് അറിയാൻ പറ്റൂല, പറഞ്ഞാലും മനസ്സിലാവില്ല ചിലപ്പോൾ. അങ്ങനെ ഇങ്ങനെ, പക്ഷെ ഇതൊന്നും അറിയാത്തവരാണ് ഇതിൽ പെട്ടുപോകുന്നത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ലാത്ത പോലെ വരും കേട്ടോ. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ മുതൽ ഞാൻ പറയുന്നത്. കുട്ടികൾക്കാണെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ തേച്ച് കുട്ടിക്കാലം മുതലേ തേച്ച് കൊടുക്കാം. എണ്ണകളാണെങ്കിലും മാറി മാറി തേച്ച് കൊടുക്കാം. അപ്പോൾ അവർക്ക് എവിടെ ചെന്നാലും ഏത് സാഹചര്യത്തിലും എങ്ങനെയും ജീവിക്കാൻ പറ്റും. തലമുടിയിൽ എണ്ണ മാറി തേച്ചാലും കുഴപ്പമില്ലാത്ത പോലെയാവും കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് എണ്ണകൾ മാറി മാറി തേച്ചിട്ടുള്ള കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എണ്ണകൾ ഇപ്പോഴും അത് ഏത് എണ്ണ തേച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ചിലവർക്ക് ചില എണ്ണ മാറി തേക്കുമ്പോഴത്തേക്കും നീർപ്പിടുത്തമാവും, തലവേദനയാവും, അങ്ങനെയാവും. അപ്പോൾ നമ്മൾ കുട്ടികളാണ്, അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് തള്ളിക്കളയരുത്. കുട്ടികളാണെങ്കിലും അവർക്ക് പലതരത്തിലുള്ള എണ്ണകളൊക്കെ തേച്ച് പിടിച്ചു വരണം. പാക്കാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. 8ാം ക്ലാസ് മുതൽ ഞാൻ പാക്ക് ഇടിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊക്കെ പൊടികൾ കിട്ടണ്ടേ, അന്ന് മരക്കഷ്ണം പോലത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അത് കുതിർത്തി ചതച്ച് ഉരലിലിട്ട് ഇടിച്ച് അമ്മയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് തലയിൽ തേച്ചിരുന്നത് 8ലൊക്കെ പഠിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം നമ്മൾ തലമുടിക്ക് വേണ്ടി. അപ്പം നമുക്ക് ഇഷ്ടംപോലെ മുടി വരാം. ഇന്നിപ്പോൾ കുട്ടികൾക്ക് സമയമില്ല, പക്ഷെ പൊടികൾ കിട്ടും ഇതിൻ്റെയൊക്കെ. നെല്ലിക്കപ്പൊടി കിട്ടും, അതുപോലെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി കിട്ടും. പണ്ടൊക്കെ വേരായിരുന്നു കഷ്ണം ഉണങ്ങിയത്. അപ്പോൾ ഇന്ന് എല്ലാത്തിനും നമുക്ക് സൗകര്യമുണ്ട്. മൈലാഞ്ചി പൊടിയായിട്ട് കിട്ടും. പണ്ടൊക്കെ മൈലാഞ്ചി ഇല കളക്ട് ചെയ്ത് അരച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാത്തിനും സൗകര്യമുണ്ട്. നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ആയുർവേദ പാക്ക് ഉപയോഗിക്കണം കേട്ടോ. ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുടി നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. മെയിനായിട്ട് മുടി പിടുത്തണം. വൈകുന്നേരങ്ങളിൽ മുടി പിടുത്താം, എണ്ണ തൊട്ട് പിടുത്താം, ജെല്ല് തൊട്ട് പിടുത്താം കേട്ടോ. ഇതൊന്നും ഇല്ലാതെ മുടിക്ക് അറിയാതെ വരുമ്പോഴാണ് മുടി ചകിരി പോലെ ഇരിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? ചിലർ പറയില്ലേ മുടി ചകിരി പോലെ ഉണ്ടെന്ന്. കാരണം എന്താ? ഇതൊന്നും നമ്മൾ തേക്കാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തേക്കുക, ഫ്ലാക്സീഡ് ജെല്ല് തേക്കുക, അതുപോലെ ഉലുവ കുതിർത്തിയിട്ട് അത് തേക്കുക. ആ ഉലുവ പാക്ക് തേച്ച് നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ? എന്ത് രസമാണെന്നറിയാം മുടി കാണാൻ. നമ്മൾ ആ ഉലുവ കുതിർത്തി തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ തന്നെ അറിയാം. തേക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒഴുകി പോണമല്ലേ മുടി ഇങ്ങനെ. ഉലുവ തലേ ദിവസം കുതിർത്തി ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കണേ, ഏറ്റവും സൂപ്പറാണത്. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് 2-3 സ്പൂൺ ഉലുവ കുതിർത്തിയിടാം. വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് പിറ്റേ ദിവസം അത് അരച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുക. ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. തലയോട്ടിയിലും തലമുടിയിലും അറ്റം വരെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സുന്ദരമായ മുടിയായിരിക്കുന്നറിയോ. നല്ല സിൽക്കി ഹെയർ ആയിരിക്കും. ഓരോന്ന് ഇങ്ങനെ വിട്ട് വന്ന പോലെ നമുക്ക് തോന്നും. ഇത് ഞാൻ കണ്ടോ, കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഷാമ്പു ഒക്കെ തേച്ചിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ മോശം സൈഡൊന്നും അറിയില്ലായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഷാമ്പു തേച്ചിട്ടേ പോവുള്ളായിരുന്നു, അങ്ങനെയുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ കേട് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഷാമ്പൂവിൽ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ എത്ര തേച്ചാലും നമുക്ക് മുടിയിൽ ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ് വരും. മുടിയിൽ നാച്ചുറലായിട്ടുള്ള ഓയിൽ നഷ്ടപ്പെടും. അതാണ് മെയിൻ കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഓയിൽ നഷ്ടപ്പെട്ട മുടിയുടെ ആ ടെക്സ്ചർ തന്നെ മാറിപ്പോവും.
മുടിയുടെ ആയുസ്സ് കുറഞ്ഞു പോകും. അപ്പോൾ ഇതൊന്നും അറിയാത്തവരാണ് ഷാമ്പു ഇട്ട് പതപ്പിച്ചിട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഉപേക്ഷിച്ചു കേട്ടോ. സോപ്പും ഇല്ല, ഷാമ്പു ഇല്ല കേട്ടോ. രണ്ടും ഇല്ലാതെയാണ് മുടി കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. നോക്കിക്കോളൂ, കണ്ടോ, മുടി ഷാമ്പു ഇട്ട പോലെ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കും. ചോദിച്ചിട്ടുണ്ട്, ഷാമ്പൂ സോപ്പും ഇല്ലാതെ എങ്ങനെയാ മുടി കഴുകണേന്നൊക്കെ. പക്ഷേ നിങ്ങൾ നെല്ലിക്കപ്പൊടി ഇട്ട് കഴുകിക്കോളൂ. അതുപോലെ പാക്ക് ഇട്ടോളൂ. നെല്ലിക്കപ്പൊടിയുടെയും പിന്നെ ഇരട്ടി മധുരത്തിൻ്റെയൊക്കെ പാക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യൂ. എന്നിട്ട് കഴുകി കളഞ്ഞോളൂ. മുടി സുന്ദരമായിട്ടിരിക്കും കേട്ടോ. അഴുക്കെല്ലാം പോകും. ഓവറായിട്ടുള്ള എണ്ണമെഴുക്കൊക്കെ പോകും. നമുക്ക് മുടി നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. നെല്ലിക്കപ്പൊടി അയൺ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടി റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മിക്കവാറും ഏത് പാക്കിലും ഞാൻ നെല്ലിക്കപ്പൊടി അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. നെല്ലിക്കപ്പൊടി ഇട്ടിട്ടാണ് പാക്ക് മിക്കവാറും തേക്കുന്നത്. കാരണം അതിന് അതിൻ്റെതായ നല്ല റിസൾട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും മുടി നന്നായിട്ട് കെയർ ചെയ്യുക. വെള്ളം ധാരാളം കുടിക്കുക. പച്ചക്കറികൾ കൂട്ടുക. പിന്നെ ഫ്രൂട്ട്സ്, വില കുറഞ്ഞ തരത്തിലുള്ള പപ്പായ, പിന്നെ പച്ചക്കറികൾ മത്തങ്ങ, ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ മുടിയുടെ ഊരിപ്പോക്ക്, വെറുതെ ഒരു അസുഖമില്ലാതെ മുടി ഊരിപ്പോണു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. മുടി എങ്ങനെ മുടിയായി, അത് വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൽ പോകേണ്ട മുടിയെല്ലാം പോകും. പക്ഷേ നമ്മൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി മുടി നല്ല ബലത്തോടു കൂടി വരും, സ്ട്രോങ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെയാണ്, മുടിയുടെ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്, സൈക്ലിംഗ് ആണ് ഹെയർ ഗ്രോത്ത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിറ്റാമിൻ ഒന്നും കുറയാതെ നോക്കാം. വിറ്റാമിൻ D2, D3 ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കൊണ്ട് നടക്കേണ്ടത്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിയെ നമുക്ക് നിസ്സാരമായിട്ട് മുടി കൊഴിച്ചിൽ മാറ്റാൻ പറ്റും. വലിയ പ്രശ്നത്തിലുള്ളവരൊക്കെ വീഡിയോ കണ്ട് ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ. ഒരാഴ്ച കൊണ്ട് റിസൾട്ട് വന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ തന്നെ റിസൾട്ട് വന്നവരുണ്ട് ഒരാഴ്ച കൊണ്ട്.